എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുമ്പളങ്ങയും വെള്ളരിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളരിക്കില്ലേ അതും കൂടി ഇട്ടിട്ടുള്ള തേങ്ങരച്ച മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, ഇതിലേതെങ്കിലും ഒന്നിട്ടിട്ട് നമുക്ക് തേങ്ങരച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാൻ സാമ്പാർ കിറ്റ് മേടിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കുമ്പളങ്ങയും വെള്ളരിക്കയും. അപ്പോൾ ഞാൻ വെറുതെ ഇച്ചിരിത്തിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ചാറുകറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തത്, നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാനിപ്പോ ആ ഒരു തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ഇട്ടിട്ട് നമുക്ക് ഈ കുമ്പളങ്ങയും വെള്ളരിയും കൂടി നമുക്ക് വെള്ളമൊഴിച്ച്, അല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. ആ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം. ഇപ്പോൾ ഞാൻ ആ ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതിപ്പോ ഞാൻ വലിയൊരു വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തേക്കുന്നത്. പിന്നെ ജീരകം, ചെറിയ ജീരകമില്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഞാനിനി അങ്ങോട്ട് സിമ്മിലാണ് കേട്ടോ വെക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ആ തേങ്ങയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ, ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ സിമ്മിലിട്ടൊന്ന് നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അരച്ച ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ചുറ്റിച്ചിട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ കളറൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട, ലൈറ്റിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും, ഫോണിൽ കൂടി കാണുന്നതിന്റെ വേറൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മോരിന്റെ കളർ തന്നെയാണ്, ആ മോര് കാച്ചിന്റെ കളർ തന്നെയൊക്കെയാണ്. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി കപ്പ് നല്ല പുളിച്ച തൈര് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ വീട്ടിൽ തന്നെ തൈര് ഉണ്ടാക്കാം എന്നുള്ളത്. തൈരിട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊന്നും പോരാ എങ്കിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി താളിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഇനി പുള്ളിയാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ എടുക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു 3 വറ്റൽമുളക് 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇത് കണ്ടു, ഇപ്പൊ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് സവാളയുടെ ഒക്കെ വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ഇതുപോലെ കളർ ആയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം മാത്രം പൊടിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ മോര് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഇങ്ങനെയാണ് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങരച്ച് മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ അപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. പിന്നെ ഈ കറിയുടെ അപ്പം വല്ല ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ വല്ല മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അവസാനം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.